മഴ തോരും മുംബൈയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ബാലചന്ദ്രൻ സാറും മാഡവും തമ്മിലുള്ള കല്യാണം നടന്ന കഥ അലീന മുത്തശ്ശിയോടായി ചോദിക്കുന്നുണ്ട്. അത് പിന്നെ പറയാന്ന് പറഞ്ഞില്ലെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ അതിപ്പോൾ പറഞ്ഞാൽ മതി, ഇപ്പോൾ പറഞ്ഞാൽ മുത്തശ്ശിയുടെ കാലിൻ്റെ വേദന മറക്കുകയും ചെയ്യാം, എനിക്ക് മുത്തശ്ശിയുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാം. എന്നാൽ അലീന പറയണ കേട്ട് എവിടം വരെയടി ഞാൻ പറഞ്ഞെന്ന് മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട്. ബാലചന്ദ്രൻ സാറിന്റെ അച്ഛൻ കൈതയ്ക്കൽ മാളിക വീട്ടിലെ ജോലിക്കാരൻ എന്ന് അലീന പറയുമ്പോൾ ജോലിക്കാരെന്ന് വെച്ചാൽ അത്ര മോശം ജോലിയും ഒന്നുമല്ല കേട്ടോ. അന്നൊരു കൊപ്രാമിലൊക്കെ ഉണ്ടായിരുന്നു കൈതയ്ക്കല്, കൊപ്രയാട്ടി എണ്ണ എടുക്കുന്ന സ്ഥലം. അതിന്റെ നടത്തിപ്പുകാരനായിരുന്നു ശേഖരമേനോൻ. പണ്ട് പൈസയൊക്കെ ഉണ്ടായിരുന്നു. തടിക്കച്ചവടം നടത്തി പൊളിഞ്ഞു പാളീസായി. ശേഖരം വരുമ്പോ ഒരു വാല് പോലെ ബാലചന്ദ്രനും കാണും കൂടെ. അന്നവൻ തീരെ കൊച്ച, 4-5 വയസ്സ് കാണുമായിരുന്നു. ആ സമയത്താ വൈജമോൾ ഉണ്ടാവുന്നത്. ബാലൻ അവളെ കൊച്ചിലെ മുതലേ കാണുന്നതാ. രണ്ടുപേരും ഒരേ സ്കൂളിലാ പഠിച്ചത്. ക്ലാസ്സൊക്കെ വേറെയാ. വൈചന്തിക്ക് പ്രായം കുറവല്ലേന്ന് മുത്തശ്ശി പറയുമ്പോ മാഡം പഠിക്കാനൊക്കെ മിടുക്കിയായിരുന്നോന്ന് ആകാംക്ഷയോടെ അലീന ചോദിക്കുന്നുണ്ട്. നല്ല പോലെ പഠിക്കുമായിരുന്നു. അവൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ബാലചന്ദ്രൻ കോളേജിലാ. കുഞ്ഞായിരുന്നപ്പം മുതലേ അവനവളെ കാണുന്നതല്ലേ, കാണുകയും മിണ്ടുകയും പറയുകയൊക്കെ ചെയ്യുമല്ലോ. അങ്ങനെ അവള് 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോ ബാലചന്ദ്രൻ ഒരു വേണ്ടാധീനം കാണിച്ചു. അതെന്താ വേണ്ടാധീനമെന്ന് അലീന ചോദിക്കുമ്പോൾ അവൻ അവൾക്കൊരു കത്തെഴുതി കൊടുത്തെന്ന്. അന്നീ മൊബൈൽ ഫോൺ ഒന്നും ഇല്ലല്ലോ എന്ന് മുത്തശ്ശി പറയുമ്പോൾ കത്തെന്ന് വെച്ചാൽ ലവ് ലെറ്റർ ഒന്ന് അലീനയും. അത് എന്നേ, അവളെ കാണാനാണെങ്കിൽ കൊല്ലപ്പള്ളി പ്രദേശത്ത് അത്രയും സുന്ദരി വേറെ ഇല്ല താനും. ഇപ്പോഴല്ലേ ഇത്രയും വണ്ണമൊക്കെ വെച്ചതെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ ഇപ്പോഴും കാണാൻ സുന്ദരിയല്ലേ, എപ്പോഴും മുഖം വെറുപ്പിച്ച് വെക്കാതിരുന്നാ മതി എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി കൂടി പറയാനായി അലീന മുത്തശ്ശിയോട് പറയുന്നുണ്ട്. അവൾക്ക് അവനോട് പ്രേമവും മണ്ണാങ്കട്ടയും ഒന്നും ഇല്ലല്ലോ. അവളുടെ കയ്യിൽ നിന്ന് ശിവശങ്കരൻ ആ കത്ത് പിടിച്ചു. എന്നിട്ടത് കുഞ്ഞിരാമേട്ടനെ കാണിച്ചു. കുഞ്ഞിരാമേട്ടൻ അന്ന് സിംഹമല്ലേ സിംഹം. അപ്പോ തന്നെ ശേഖരനെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ മകനെ വിളിച്ചോണ്ട് വാടാന്ന്. അങ്ങനെ അച്ഛനും മകനും കൈതയ്ക്കൽ മാളിക വീടിന്റെ മുറ്റത്ത് വന്ന് നിൽക്കുക. കുഞ്ഞിരാമേട്ടൻ ഇറങ്ങി ചെന്നിട്ട് ബാലചന്ദ്രനോട് ചോദിച്ചു, ഈ കത്ത് നീയാണോടാ എഴുതിയതെന്ന്. അതെന്ന് പറഞ്ഞതും മുഖമടച്ച് ഒരൊറ്റ അടിയായിരുന്നു. ഞങ്ങളെല്ലാം അങ്ങ് നോക്കിക്കൊണ്ട് നിൽക്കുക. ഞാനുണ്ട്, ശിവശങ്കരനുണ്ട്, രാജീവനുണ്ട്, ഗംഗാധരൻ അന്ന് പട്ടാളത്തിലാണെന്ന് മുത്തശ്ശി പറയുമ്പോൾ എന്നാലും വിളിച്ചു വരുത്തി അടിച്ചത് മോശമായെന്ന് അലീന പറയുന്നുണ്ട്. അന്ന് നാട് വിട്ടു പോയതാ ബാലചന്ദ്രൻ. പിന്നെ 2 കൊല്ലം കഴിഞ്ഞാ തിരിച്ചു വരുന്നത്. ദുബായിലെങ്ങാണ്ട് പോയി ജോലിയൊക്കെ ആയി. പിന്നെയും പോയി ദുബായിക്ക്. 5-6 വർഷം കൊണ്ട് പൈസയൊക്കെ ഉണ്ടാക്കി തിരിച്ച് നാട്ടിലെത്തി എന്ന് മുത്തശ്ശി പറയണ കേട്ട് അത് കൊള്ളാം, അങ്ങനെ തന്നെ വേണമെന്ന് അലീന ചിരിച്ചോണ്ട് പറയുന്നുണ്ട്. ആദ്യം ജൗളി കടയാ തുടങ്ങിയത്, നെടുമ്പുരയ്ക്കൽ ടെക്സ്റ്റൈൽസ്. അത് കഴിഞ്ഞ് ഉടനെ തന്നെ ജ്വല്ലറിയും തുടങ്ങി. വെച്ചടി കയറ്റമായിരുന്നു പിന്നീട് അങ്ങോട്ട്. പിന്നീട് ഒരു ദിവസം അവൻ കൈതയ്ക്കൽ മാളിക വീട്ടിൽ കയറി വന്ന് വൈജയന്തിയെ കല്യാണം കഴിച്ചു തരുമെന്ന് ഒരു ചോദ്യം എന്ന് മുത്തശ്ശി പറയണ കേട്ട് അത് അടിപൊളി, പണക്കാരനല്ലാത്തതിന്റെ പേരിലല്ലേ പണ്ട് തല്ലിയതെന്ന് അലീന ചോദിക്കുന്നുണ്ട്. കുഞ്ഞിരാമേട്ടനെ ആദ്യം അത്ര സമ്മതമൊന്നുമല്ലായിരുന്നു. പക്ഷേ ഗംഗാധരനും ശിവശങ്കരനും തിരുവനന്തപുരത്തെ രാവണി മേനോനുമൊക്കെ നിർബന്ധിച്ചു. ബാലചന്ദ്രൻ ഇങ്ങോട്ട് വന്ന് ചോദിച്ചതല്ലേ, കല്യാണം കഴിച്ചു കൊടുത്തേക്കാമെന്ന്. അങ്ങനെയാ കല്യാണം നടന്നതെന്ന് മുത്തശ്ശി പറയുമ്പോൾ മാഡത്തിന് സമ്മതമായിരുന്നു ബാലചന്ദ്രൻ സാറുമായിട്ടുള്ള കല്യാണമെന്ന് അലീന ചോദിക്കുന്നുണ്ട്. അവൾക്ക് സമ്മതമാണോന്ന് ചോദിച്ചാൽ എല്ലാരും നിർബന്ധിച്ചു. അവൾ അങ്ങ് സമ്മതിച്ചു. അത്ര തന്നെ, അതാണ് കഥ എന്ന് മുത്തശ്ശി ഒരു നെടുവീർപ്പോടെ പറയുമ്പോ കൊള്ളാം, നല്ല കഥ, എനിക്കിഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞോണ്ട് മുത്തശ്ശിയെ പുതപ്പിച്ച് ഇനി കിടക്കല്ലേ, വേദന കൂടിയാ പറഞ്ഞാ മതിയേ എന്നവൾ ചോദിക്കുമ്പോൾ അവളെ ഉറങ്ങാനായി പറഞ്ഞു വിടുന്നുണ്ട് മുത്തശ്ശി. രാത്രി നല്ല ഉറക്കത്തിലായിരുന്ന അലീന മുത്തശ്ശിയുടെ നിലവിളി കേട്ടാണ് ഉണരുന്നത്. അവൾ എണീറ്റ് മുത്തശ്ശിന്ന് വിളിക്കുമ്പോഴേക്കും സഹിക്കാൻ കഴിയാത്ത വേദന മോളെ, എനിക്ക് ഉറക്കി കരയാൻ തോന്നുക എന്ന് മുത്തശ്ശി പറയുമ്പോഴേക്കും അലീന എഴുന്നേറ്റ് ലൈറ്റ് ഇട്ടോണ്ട് എവിടെയാ വേദന എന്ന് മുത്തശ്ശിയുടെ അടുത്ത് ചെന്ന് ചോദിക്കുന്നുണ്ട്. ഈ കാലിന് മുഴുവൻ വേദനയാ, കാലിന് എന്തോ പറ്റിയിട്ടുണ്ട്, എല്ല് പൊട്ടിപ്പോകുന്ന പോലെ തോന്നുക, എനിക്ക് ഉറങ്ങാനും വയ്യ, അനങ്ങാനും വയ്യ, തിരിയാനും വയ്യ എന്ന് മുത്തശ്ശി വിഷമത്തോടെ പറയുമ്പോൾ ചൂട് പിടിച്ചാലോ മുത്തശ്ശിന്ന് അലീന ചോദിക്കുന്നുണ്ട്. എന്റെ മോളെ, അതുകൊണ്ടൊന്നും കാര്യമില്ല, നടുഭാഗം മുതലേ കാൽപാദം വരെ സൂചി കുത്തുന്ന പോലത്തെ വേദനയാ എന്ന് മുത്തശ്ശി കരഞ്ഞോണ്ട് പറയുമ്പോൾ സമയം എത്രയെന്ന് അലീന നോക്കുമ്പോഴേക്കും 1:30 മണിയായിരുന്നു. പാതിരാത്രി കഴിഞ്ഞല്ലോ മുത്തശ്ശി, ഭയങ്കര പെയിൻ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ പോണം, എവിടെയെങ്കിലും ഫ്രാക്ചർ ഉണ്ടാവും, അല്ലാതെ ഇത്രയും വേദന ഉണ്ടാവില്ല എന്നാൽ അലീന ടെൻഷനോടെ പറയുമ്പോൾ എന്റെ കുഞ്ഞെ, നീ ആ വേദനയുടെ ഗുളിക 2-3 എടുത്തു താ എന്ന് മുത്തശ്ശി പറയുമ്പോൾ എന്റെ മുത്തശ്ശി, അതങ്ങനെ കഴിക്കാൻ പാടില്ല, രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ ഒരെണ്ണം കഴിച്ചതല്ലേ എന്ന് അലീന ചോദിക്കുന്നുണ്ട്. എന്നായാലും എവിടെയെങ്കിലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പറ. വൈജയെ വിളിച്ചേ, അവള് കാരണമല്ലേ ഞാൻ ഇത് അനുഭവിക്കുന്നത്
എന്ന് മുത്തശ്ശി പറയുമ്പോൾ എല്ലാവരും നല്ല ഉറക്കമായിരിക്കും മുത്തശ്ശി. ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞാൽ നേരം വെളുക്കട്ടെ എന്ന് പറയും. എന്നാൽ അലീന വിഷമത്തോടെ പറയുമ്പോൾ ബാലനെ ഒന്ന് വിളിക്കാമോ, അവനാണെങ്കിൽ ഒരു മടിയും കൂടാതെ എണീറ്റ് വരും എന്നും മുത്തശ്ശി സങ്കടത്തോടെ പറയുമ്പോൾ അലീന ബാലചന്ദ്രനെ വിളിക്കാനായി ഡോർ തുറന്ന് പുറത്തേക്ക് പോവാനായി ഒരുങ്ങുന്നുണ്ട്. വിളിക്കണോ വേണ്ടയോ എന്ന സംശയത്തിൽ അവൾ ഒരു നിമിഷം നിൽക്കുമ്പോൾ വീണ്ടും മുത്തശ്ശിയുടെ സങ്കടം കണ്ട് അവൾ ബാലചന്ദ്രനെ വിളിക്കാനായി ഓടി ചെല്ലുന്നുണ്ട്. അവരുടെ റൂമിനടുത്ത് ചെല്ലുന്ന അലീന വീണ്ടും ടെൻഷനോടെ അവരെ വിളിക്കാതെ തിരികെ മുത്തശ്ശിയുടെ റൂമിലേക്ക് വരുമ്പോഴേക്കും മുത്തശ്ശിയുടെ നിലവിളി കേട്ട് വീണ്ടും അവൾ ഓടിച്ചെന്ന് വൈജയന്തിയുടെ റൂമിന്റെ ഡോറിൽ സാർ, മാഡം എന്നൊക്കെ പറഞ്ഞ് മുട്ടി വിളിക്കുന്നുണ്ട്. ബാലചന്ദ്രൻ എണീറ്റ് വന്ന് എന്താ അലീന ഈ നേരത്തെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി വേദനയെടുത്ത് കരയുന്നു, കാലിന് നല്ല വേദന എന്ന് അലീന പറയുമ്പോൾ അതെന്നാ പറ്റി, കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ എന്ന് കണ്ണു തിരുമ്മിക്കൊണ്ട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും വൈജയന്തി അങ്ങോട്ട് വന്ന് എന്തിനാടി വിളിച്ചത്, മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ലേ എന്ന് ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. മുത്തശ്ശിക്ക് വയ്യ, കാല് വേദനിക്കുന്നു എന്ന് പറഞ്ഞ് കരയ്യ എന്ന് അലീന ടെൻഷനോടെ പറയുമ്പോൾ അതിനിപ്പോ ഈ നട്ടപ്പാതിരിക്ക് എന്നാ ചെയ്യാനാ എന്ന് വൈജയന്തി ലാഘവത്തോടെ ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞാൽ മതിയോ, എന്തെങ്കിലും ചെയ്യണ്ടേ എന്ന് അലീന ചോദിക്കുമ്പോൾ സമയം എത്രയായെന്നാ നിന്റെ വിചാരമെന്ന് വൈജയും. വേദനിക്കുന്നവരോട് സമയം പറഞ്ഞാ വേദന മാറോ എന്ന് അലീന ചോദിക്കുമ്പോൾ നിനക്കെന്തോ ഒന്ന് സുഖിക്കാത്ത പോലെ എന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട്. അലീന ദേഷ്യത്തോടെ അവരെ തുറിച്ചു നോക്കുമ്പോഴേക്കും നീ പോയിക്കോ, ഞങ്ങള് വന്നേക്കാമെന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ അവളെ പറഞ്ഞു വിടുന്നുണ്ടേ. അലീന മുത്തശ്ശിയുടെ അരിയിലേക്കായി ചെയ്യുമ്പോഴേക്കും യോ എന്റെ നടുവേ, എന്റെ മോളെ എന്നാ ഒരു വേദനയാ, അസ്ഥി പൊട്ടുന്ന പോലെ എന്ന് മുത്തശ്ശി കരഞ്ഞുകൊണ്ട് വിളിച്ചു പറയുമ്പോഴേക്കും സാറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് അലീന പറയുമ്പോഴേക്കും മുത്തശ്ശി ആർത്ത് വിളിക്കണ കണ്ട് അലീന കാല് നോക്കാൻ പോകുമ്പോഴേക്കും തൊടല്ലേ തൊടല്ലേ, തൊടുമ്പോ മുഴുവൻ വേദനയാ, എനിക്ക് വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അലറി വിളിച്ച് കരയുന്നുണ്ട്. അപ്പോഴേക്കും ബാലചന്ദ്രൻ അങ്ങോട്ട് വന്ന് എന്നാ പറ്റി, കാല് ശരിയായില്ലേ, ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതല്ലേ ഉള്ളൂ, പ്ലാസ്റ്ററൊക്കെ മാറ്റിയതല്ലേ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്. ഒക്കെ ശരിയാ, ഞാൻ ആ കൊല്ലപ്പള്ളി പോയിട്ട് നടക്കുകയും ചെയ്തതാ, പക്ഷേ ഇവിടെ വന്ന് ആ സിറ്റ് ഔട്ടിലേക്ക് കയറിയപ്പോ വീണു എന്ന് മുത്തശ്ശി പറയുമ്പോൾ അതെങ്ങനെ, പടി തനിയെ കയറിയോന്ന് ബാലചന്ദ്രനും ചോദിക്കുന്നുണ്ട്. തനിയെ കയറാൻ എന്നെ കൊണ്ട് പറ്റുമോ, വൈജ പിടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് മുത്തശ്ശി പറയുമ്പോൾ അലീന ഇല്ലായിരുന്നോ, ഒരാള് താങ്ങി പിടിച്ചാ മതിയോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്. ഞാൻ താങ്ങി പിടിക്കാൻ ചെന്നതാ എന്ന് അലീന പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും വൈജയന്തി ഇടയിൽ കയറി ഇനി നേരം വെളുത്തിട്ട് പോയാ പോരെ ഹോസ്പിറ്റലിലേക്കെന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല, അതാണെന്ന് മുത്തശ്ശി പറയുമ്പോൾ നടക്കാൻ പറ്റുമോ, ഇല്ലല്ലോ എന്ന് ബാലചന്ദ്രനും ചോദിക്കുന്നുണ്ട്. കാല് നിലത്ത് തൊടിക്കാൻ പറ്റുന്നില്ലെന്ന് മുത്തശ്ശി പറയുമ്പോഴേക്കും ബാലചന്ദ്രൻ അലീനയോട് വീൽ ചെയർ എടുത്തോണ്ട് വരാൻ പറഞ്ഞിട്ട് താൻ കാർ എടുക്കാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടേ. ഞാൻ വരണോന്ന് വൈജയന്തി ചോദിക്കുമ്പോഴേക്കും വേണ്ട, സുഖമായിട്ട് കിടന്നുറങ്ങിക്കോ എന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ ഹോസ്പിറ്റലിലോട്ട് താൻ വരാമെന്ന് അലീന പറയുന്നുണ്ട്. നീ ഇവിടുത്തെ കാര്യം നോക്ക്, നിന്റെ പെറ്റതള്ളയല്ലല്ലോ ഇവളുടെ അല്ലേ എന്ന് വൈജയന്തിയെ നോക്കി പറഞ്ഞോണ്ട് ബാലചന്ദ്രൻ പുറത്തേക്ക് പോകുന്നുണ്ടേ. വൈജയന്തി ദേഷ്യത്തോടെ അലീനയെ തുറിച്ചു നോക്കിക്കൊണ്ട് റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അലീന വീൽ ചെയർ എടുക്കാൻ ഓടുമ്പോഴേക്കും ബാലചന്ദ്രനും റെഡിയായി വന്ന് അവരോട് സിറ്റ് ഔട്ടിലേക്ക് മുത്തശ്ശിയെ കൊണ്ടുവരാനായി പറയുന്നുണ്ട്. അവർ അങ്ങോട്ടെത്തുമ്പോഴേക്കും ഞാനും കൂടി വരട്ടെ ഹോസ്പിറ്റലിലേക്കെന്ന് അലീന ചോദിക്കുന്നുണ്ട്. അതിന്റെ ആവശ്യമൊന്നുമില്ലെന്ന് വൈജയന്തി പറയുമ്പോൾ മുത്തശ്ശിയെ താങ്ങി എണീപ്പിക്കാനും നേരെ കിടത്താനും ആരെങ്കിലും വേണ്ടേ എന്ന് അലീന ചോദിക്കുമ്പോൾ നീ കൂടി പോന്നാ ഇവിടെ പിന്നെ ആരുണ്ടടി, പിള്ളേരൊറ്റയ്ക്കല്ലേ ഉള്ളൂ എന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് മാഡം ഇങ്ങോട്ട് തിരിച്ചു പോരെ, ബൈസ്റ്റാൻഡറായി ഞാൻ നിന്നോളാം എന്ന് അലീന പറയുമ്പോൾ ഹോസ്പിറ്റലിൽ ഒരു സ്റ്റാൻഡറും വേണ്ട, നീ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിയാൽ മതി. പിള്ളേർക്ക് രാവിലെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് സ്കൂളിലേക്ക് അയച്ചേക്കണം, പിന്നെ കൃഷ്ണമോൾക്ക് രാവിലെ ട്യൂഷൻ ഉണ്ടെന്നുള്ളത് മറക്കരുത്. അലീനയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വൈജയന്തി അമ്മയും കൊണ്ട് സിറ്റ് ഔട്ടിലേക്ക് പോകുന്നുണ്ട്. ബാലചന്ദ്രൻ കാറ് കൊണ്ട് തിരിച്ചിടുമ്പോഴേക്കും അലീനയും വൈജയന്തിയും ബാലചന്ദ്രനും കൂടി മുത്തശ്ശിയെ കാറിലേക്ക് പിടിച്ചു കയറ്റുന്നുണ്ട്. നടക്കാൻ കഴിയാതെ വേദന കൊണ്ട് പുളഞ്ഞ് മുത്തശ്ശി കരഞ്ഞു വിളിക്കുന്നുമുണ്ട്. കാറിൽ കയറാൻ തുടങ്ങുന്ന ബാലചന്ദ്രൻ അലീനയോട് പറയുന്നുണ്ട്, വീട് നിന്നെ ഏൽപ്പിച്ചു പോവാ, വാതിലടച്ച് പൂട്ടിയേക്കണം, ഞങ്ങള് വന്നിട്ട് തുറന്നാ മതി. ഞങ്ങള് വരാൻ താമസിക്കുകയാണെങ്കിൽ രാവിലെ പിള്ളേരെ സ്കൂളിൽ വിടാനടക്കമുള്ള സകല കാര്യങ്ങളും ശ്രദ്ധിച്ചേക്കണം എന്ന് ബാലചന്ദ്രൻ നിർദ്ദേശം കൊടുക്കുമ്പോൾ താൻ ശ്രദ്ധിച്ചോളാമെന്ന് അലീന പറയുന്നുണ്ട്. വൈജയന്തിയും ബാലചന്ദ്രനും മുത്തശ്ശിയും കൊണ്ട് പോകുമ്പോഴേക്കും ആകെ വിഷമത്തോടെ അലീനയും സിറ്റ് ഔട്ടിലേക്ക് കയറുന്നുണ്ട്. രാവിലെ ആവുമ്പോൾ ഒരു ആംബുലൻസിൽ മുത്തശ്ശിയും കൊണ്ട് ബാലചന്ദ്രനും വൈജയന്തിയും എത്തുന്നുണ്ട്. അലീന വന്ന് ഡോർ തുറക്കുമ്പോഴേക്കും മുറ്റത്ത് നിൽക്കണ ആംബുലൻസ് കണ്ട് മുത്തശ്ശിയെന്നും വിളിച്ചോണ്ട് അവൾ ആംബുലൻസിനരികിലേക്ക് ഓടിയെത്തുന്നുണ്ട്. സ്ട്രെച്ചറിൽ കിടക്കുന്ന മുത്തശ്ശിയെ എല്ലാവരും കൂടി പിടിച്ചിറക്കുമ്പോഴേക്കും കൂടെ ഉണ്ടായിരുന്ന വൈജയും ആംബുലൻസിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. നടുവിലെ ബെൽറ്റ് മിട്ടായിരുന്നു മുത്തശ്ശിയുടെ വരവ്.
മുത്തശ്ശിയെ റൂമിൽ കൊണ്ടു കിടത്തുമ്പോഴേക്കും ഇപ്പൊ വേദനയുണ്ടോന്ന് അലീന ചോദിക്കുന്നുണ്ട്. ഉണ്ടോന്നോ? അതേയുള്ളൂ. ഇടുപ്പിന്റെ അവിടത്തെ അസ്ഥിക്കുഴ തെറ്റിപ്പോയെന്നാ ഡോക്ടർ പറഞ്ഞത്. മുത്തശ്ശി പറയുമ്പോ പൊട്ടലൊന്നുമില്ലല്ലോ, ആ വീഴ്ചയ്ക്ക് ഇത്രയല്ലേ പറ്റുള്ളൂ എന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട്. പിന്നെ അന്നേരം നിനക്ക് വാശി, എന്നെ വീഴ്ത്തി അടങ്ങുന്നു എന്ന് മുത്തശ്ശി വൈജയന്തിയോടായി പറയുമ്പോ വാശിയോ ആരോടെന്ന് ബാലചന്ദ്രൻ സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. സിറ്റ് ഔട്ടിന്ന് വീൽ ചെയറിലോട്ടിരിക്കുമ്പോ അലീന താങ്ങി പിടിക്കാൻ വന്നതാ. ഇവള് സമ്മതിച്ചില്ല, തുടരുതെന്ന് പറഞ്ഞ് മാറ്റി നിർത്തി. ഇന്നലെ അലീന നിന്റെ അടുത്ത് വന്ന് താക്കോല് വാങ്ങിച്ച് വീട് തുറന്ന് അകത്ത് കയറിയില്ലേ? അതിവക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് മുത്തശ്ശി പറയുമ്പോ അത് കൊള്ളാം, സ്വന്തം അമ്മയ്ക്കിട്ട് തന്നെ പണി കൊടുത്തു. നിനക്ക് എന്തിന്റെ കേടാ വൈജയെന്ന് ബാലചന്ദ്രനും ചോദിക്കുന്നുണ്ട്. രണ്ടുപേരും പിടിക്കണമെങ്കിൽ അമ്മ തന്നെ പറയണ്ടേ വയ്യാന്ന് എന്ന് വൈജയന്തി ചോദിക്കുമ്പോഴേക്കും ഇവള് പിടിച്ചപ്പോ നീ ഓടിച്ചു വിട്ടതല്ലേടിന്ന് മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് ഞാൻ ഓർത്തോ അമ്മ ഊതിയാലുടനെ വീഴാൻ നിൽക്കുവാണെന്ന് എന്ന് വൈജയന്തി ചോദിക്കണ കേട്ട് വൈജയ് നമ്മളൊരു അനീതി കാണിക്കുമ്പോ കുറച്ച് മനസുഖമൊക്കെ കിട്ടുമായിരിക്കും, പക്ഷേ നീ ഓർത്തോണം എപ്പോഴെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ അത് തിരിച്ചടിയായി കിട്ടുമെന്ന് ബാലചന്ദ്രനും പറയുന്നുണ്ട്. ഇത് കേട്ട് ഇഷ്ടമാവാതെ അമ്മയെ ഈ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചതാരാ? ഈ ഞാൻ. അമ്മയെ നോക്കാൻ ഒരു ശമ്പളത്തിന് വെച്ചിരിക്കുന്നതാരാ? അതും ഈ ഞാൻ. എന്നിട്ടിപ്പോ എനിക്ക് കുറ്റം എന്ന് വൈജയന്തി പറയുമ്പോ അത് തന്നെയാ ഞാനും പറഞ്ഞത്, നീ തന്നെയാണ് എല്ലാം വരുത്തി വെച്ചേക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ റൂമിൽ നിന്നിറങ്ങി പോകുന്നുണ്ടേ. അമ്മ തിരികെയും അറിയുകയൊന്നും ചെയ്യരുത്, ഇടുപ്പിന്റെ ജോയിന്റ് ഇളകും, അത് ഇളകാതിരിക്കാനാ ഈ ബെൽറ്റ് ഇട്ടേക്കുന്നത് എന്ന് വൈജ അമ്മയെ ഉപദേശിക്കുമ്പോ ഓ ഇനിയിപ്പോ എന്നെ ഇളകാനുള്ളതെന്ന് മുത്തശ്ശിയും. വിഷമത്തോടെ നിൽക്കണ അലീനെ നോക്കിക്കൊണ്ട് പകയോടെ നീ ഒറ്റയൊരുത്തിയ ഇതിനെല്ലാം കാരണമെന്ന് വൈജയന്തി ദേഷ്യപ്പെടുന്നുണ്ട്. അത് ശരിയാണെന്ന് അലീന സമ്മതിക്കുമ്പോ എന്താടി ശരിയല്ലേന്ന് വൈജയന്തി വീണ്ടും. ശരിയാണെന്നാ പറഞ്ഞതെന്ന് അലീന പറയുമ്പോ എനിക്ക് മനസ്സിലാവണില്ലെന്ന് വിചാരിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ വൈജയന്തി റൂമിൽ നിന്നിറങ്ങി പോകുന്നുണ്ടേ. അവളുടെ കയ്യിലിരിപ്പുണ്ടല്ലടി ഇങ്ങനെ പറ്റിയത്. പക്ഷെ സമ്മതിക്കയില്ലെന്ന് മുത്തശ്ശി പറയുമ്പോ സമ്മതിച്ചാലും ഇല്ലെങ്കിലും എന്താ കുഴപ്പം, വരാനുള്ളത് വന്നില്ലേ എന്ന് ടെൻഷനോടെ അലീനയും ചോദിക്കുന്നുണ്ട്. ഒരു മതിരി നടക്കാനായി വന്നതാ, അപ്പോഴേക്ക് വീണ്ടും കിടപ്പിലായി. ഒരു സിനിമയുണ്ടല്ലോ, ജഗതി എപ്പോഴും കാലൊടിഞ്ഞ് ആശുപത്രി കിടക്കുന്ന പടം, എന്റെ ഗതിയും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് മുത്തശ്ശി പറയുമ്പോ സാരമില്ല മുത്തശ്ശി എന്ന് അലീനയും പറയുന്നുണ്ട്. സാരമില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാ, എനിക്കും നിനക്കുമല്ലേ ഇതിന്റെ ബുദ്ധിമുട്ട് മുഴുവനും. അവക്ക് വല്ലതും അറിയണമെന്ന് മുത്തശ്ശി ചോദിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.